ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വചനഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 11 മുതലുള്ള വാക്യങ്ങൾ. ഈ ഭാഗം വായിക്കുമ്പോൾ ഗിദെയോൻ എന്നൊരു വ്യക്തി മിദ്യാന്യരായ ശത്രുക്കളെ പേടിച്ചിട്ട് മുന്തിരിച്ചക്കിനരികെ ഒളിച്ചിരുന്ന് കോതമ്പ് മെതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തന്റെ സമ്പത്ത് ശത്രു കൊള്ളയടിക്കുമെന്ന് ഭയപ്പെട്ട് അവനൊരു ചക്കിനരികെ ഒളിച്ചിരുന്ന് കോതമ്പ് മെതിക്കുകയാണ്. ഈ സമയത്ത് യഹോവയുടെ ഒരു ദൂതനുമായിട്ട് ഗിദെയോന് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നു. യഹോവയുടെ ദൂതൻ ഭയപ്പെട്ട് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുന്ന ഗിദെയോനെ നോക്കി വിളിക്കുകയാണ്, പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ലോകമാണെങ്കിൽ ഗിദെയോനെ നോക്കി വിളിക്കും ഭീരു എന്ന്. കാരണം ശത്രുവിനെ ഭയപ്പെട്ട് അവൻ ഒളിച്ചിരുന്ന് ഗോതമ്പ് മെതിക്കുകയാണ്. തന്റെ സമ്പത്ത് ശത്രു കൊള്ളയടിക്കുമെന്ന് അവൻ ഭയപ്പെടുന്നു. എന്നാൽ അവന്റെ ഉള്ളിലുള്ള ശക്തി യഹോവയായ ദൈവത്തിന് തിരിച്ചറിയാം. അവന്റെ ഐഡന്റിറ്റി എന്തെന്ന്, അവൻ എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ടെന്ന്, അഭിഷേകമുണ്ടെന്ന് യഹോവയുടെ ദൂതന് തിരിച്ചറിയാം. അതുകൊണ്ട് അവന്റെ ഐഡന്റിറ്റി എന്താണെന്ന് അറിയാമായിരുന്ന ദൈവദൂതൻ ഗിദെയോനെ നോക്കി വിളിക്കുകയാണ്, പരാക്രമശാലിയെ. എന്നാൽ ഗിദെയോൻ തിരിച്ച് ദൈവദൂതനോട് ചോദിക്കുകയാണ്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ, യഹോവ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള ഒരവസ്ഥ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് മിദ്യാന്യരായ ശത്രു ഞങ്ങളെ കൊള്ളയടിക്കുന്നത്? ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ പറഞ്ഞ് യഹോവയായ ദൈവം, ജീവനുള്ള ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങളെക്കുറിച്ചൊക്കെയും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ ഗിദെയോന് ദൈവത്തെക്കുറിച്ച് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. മിസ്രൈം ദേശത്തു നിന്ന് തങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെ കനാൻ ദേശത്തേക്ക് എത്തിച്ച, അത്ഭുതം പ്രവർത്തിച്ച ജീവനുള്ള ദൈവത്തെക്കുറിച്ച് അവന് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. അവന്റെ ജീവിതത്തിൽ വ്യക്തിപരമായിട്ട് യഹോവയുമായിട്ട് ഒരു അനുഭവം, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഗിദെയോൻ യഹോവയുടെ ദൂതനോട് ചോദിക്കുകയാണ്, യഹോവയായ ദൈവം, ജീവനുള്ള ദൈവം, ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരോട് കൂടെ ഇരുന്ന ദൈവം ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ശത്രു ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊള്ള നടത്തുന്നത്? യഹോവയുടെ ദൂതന് ഗിദെയോന്റെ ശക്തി എന്തെന്ന് അറിയാം, അവന്റെ ഉള്ളിലുള്ള അഭിഷേകം എന്തെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവനെ ബലപ്പെടുത്തി ശത്രുവിനെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് പറഞ്ഞയക്കുകയാണ്. എന്നാൽ എന്തുകൊണ്ടാണ് ഗിദെയോന്റെ ജീവിതത്തിൽ യഹോവയുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു ബന്ധം ഉണ്ടാകാത്തത്? എന്തുകൊണ്ടാണ് അവന്റെ ജീവിതത്തിൽ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഒരു തോൽവി എപ്പോഴും സംഭവിച്ചു കൊണ്ടിരുന്നത്? ശത്രു അവരെ കൊള്ളയടിച്ചു കൊണ്ടിരുന്നത്? യഹോവ ഗിദെയോന് പ്രത്യക്ഷപ്പെട്ട് അവനൊരു ആലോചന കൊടുക്കുകയാണ്. അവന്റെ ജീവിതത്തില് യഹോവയായ ദൈവത്തിന് വ്യക്തിപരമായിട്ട് ഇടപെടുവാൻ തടസ്സമായി നിന്ന ചിലതിനെ തകർത്തു കളയുവാനായിട്ട്, അവന്റെ ഐഡന്റിറ്റി പുറത്തു വരുവാൻ, അവന്റെ പേർപ്പസ്, നിയോഗത്തിലേക്ക് അവന് കടക്കുവാൻ തടസ്സമായി നിന്ന ചിലതിനെ ഇടിച്ചു കളയുവാനായിട്ട് യഹോവയായ ദൈവം ഗിദെയോനോട് ആവശ്യപ്പെടുന്നു. അവന്റെ അപ്പൻ ഉണ്ടാക്കിയ ബാലിന്റെ ഒരു ബലി യും അശേരാ പ്രതിഷ്ഠയെയും തകർത്തു കളയുവാനായിട്ട് യഹോവയായ ദൈവം ഗിദെയോനോട് ആവശ്യപ്പെടുന്നു. ഗിദെയോൻ അത് അനുസരിക്കുന്നു. അതോടുകൂടെ അവന്റെ അപ്പൻ തന്നെ അവന്റെ പേര് മാറ്റി വിളിക്കുന്നു. ഗിദെയോൻ എന്നുള്ള അവന്റെ പേര് മാറ്റിയിട്ട് യെരുബ്ബാൽ എന്ന് വിളിക്കുന്നു. അശേരാ പ്രതിഷ്ഠയെ ഇടിച്ചു കളയുവാൻ ധൈര്യം കാണിച്ചവൻ, ബാലിന്റെ ബലിപീഠത്തെ ഇടിച്ചു കളയുവാൻ ധൈര്യം കാണിച്ച അവനെ നോക്കി യെരുബ്ബാൽ എന്ന് അവനെ പേര് മാറ്റി വിളിക്കുന്നു. അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി, പരാക്രമശാലി എന്നുള്ള അവന്റെ യഥാർത്ഥ വ്യക്തിത്വം പുറത്തു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. തുടർന്ന് അവൻ മിദ്യാന്യർക്കെതിരെ പോരാടുകയും അനേക ജയം അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശത്രു പലപ്പോഴും നമ്മുടെ ഉള്ളിലുള്ള അഭിഷേകം, നമ്മുടെ ഉള്ളിലുള്ള ശക്തി മറച്ചു പിടിച്ചിട്ട് നമ്മളെ പലപ്പോഴും ഭയത്തിന് അടിമയാക്കി വെക്കാറുണ്ട്. പല കാര്യങ്ങളും ദൈവത്തിന് വേണ്ടി ചെയ്യുവാനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവം ആലോചന തരുമ്പോൾ നമ്മളെ ഭയത്തിന്റെ ദുരാത്മാവ് നമ്മളെ പിടികൂടും. നമ്മുടെ യഥാർത്ഥ ശക്തി, യഥാർത്ഥ അഭിഷേകം പുറത്തു വരുന്നതിന് തടസ്സമായിട്ട് ശത്രു ചില കോട്ടകൾ കെട്ടിവെക്കും, ചില തടസ്സങ്ങളിടും. അതിന് നമ്മൾ തന്നെ വഴിയൊരുക്കി കൊടുക്കും. നമ്മുടെ ജീവിതത്തിലെ ചില ശീലങ്ങൾ, നമ്മുടെ ജീവിതത്തിലെ ചില പ്രവർത്തികൾ, നമ്മൾ പിന്തുടരുന്ന ചില പൂർവിക പാപങ്ങൾ ഒക്കെ ചിലപ്പോൾ തടസ്സമായി നിൽക്കാറുണ്ട്. എന്നാൽ ഇവിടെ ഗിദെയോന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്, ശത്രു നമ്മുടെ ജീവിതത്തിൽ ഇട്ടിരിക്കുന്ന തടസ്സങ്ങളെ, അതിനുള്ള കാരണങ്ങളെ നമുക്ക് കണ്ടുപിടിക്കാം. അതിനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന്, അത്തരം അശേരാ പ്രതിഷ്ഠകളെ, ബാലിന്റെ ബലിപീഠങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇടിച്ചു കളയാം. യഹോവയായ ദൈവത്തിന്, പരിശുദ്ധാത്മാവിന് നമ്മളോട് ഇടപെടുവാൻ, നമ്മുടെ ജീവിതത്തിൽ നേരിട്ട് ഇടപെടുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ അശേരാ പ്രതിഷ്ഠകളെയും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇടിച്ചു കളയാം. എന്നിട്ട് നമ്മുടെ യഥാർത്ഥമായ ഐഡന്റിറ്റി പുറത്തു കൊണ്ടുവരുന്നതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് തേടാം. അതിന് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.